ബയോ ആൻഡ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അഫിലിയേറ്റഡ് കോളേജിലേക്കുള്ള PG അഡ്മിഷൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അധികം വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG അഡ്മിഷൻ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ കിട്ടുന്നൊരു പേജാണ്. അതായത് ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്നൊരു ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നൊരു പേജാണിത്. അപ്പോൾ അതിൽ ഒരുപാട് ലിങ്ക് മേലെ കാണുന്നത് രജിസ്ട്രേഷൻ UG PG PhD MEd B.Ed എന്നൊക്കെ പറഞ്ഞൊരു എൻട്രൻസിനൊക്കെ മറ്റും കാണുന്നുണ്ട്. അതിൽ PGയിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് PG CAP 2020 രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ വരുന്നൊരു പേജാണ് ഇപ്പം സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പേജിൽ നിങ്ങൾ ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. ആദ്യം പറയുന്നത് വെച്ചാൽ CAP ID ഉണ്ടാക്കുക. നമ്മൾ ഇപ്പോൾ 2-3 ഡീറ്റെയിൽസും പേരും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ കൊടുത്തിട്ട് CAP ID ഉണ്ടാക്കാനുണ്ട്. അതിനുശേഷം CAP ID വെച്ച് വീണ്ടും ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ബാക്കി പേഴ്സണൽ ഡീറ്റെയിൽസും അഡ്മിഷൻ ഡീറ്റെയിൽസൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഫീസ് അടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം റീലോഗിൻ ചെയ്ത പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അഡ്മിഷന് രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ആ ഒരു ബ്രീഫായിട്ടുള്ളൊരു സ്റ്റെപ്പ് നമ്മൾ പേജ് എടുക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട്. ഇതിൽ ഈ ഒരു പേജ് എത്തിക്കഴിഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് വായിച്ച് നോക്കിക്കഴിഞ്ഞിട്ട് അതിൽ ലോവർ ലെഫ്റ്റ് കോർണറിൽ ലോഗിൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള സ്റ്റെപ്പിലേക്ക് പോകേണ്ടത്. അപ്പോൾ ആദ്യം CAP ID വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വരുന്നൊരു പേജാണിത്. അതിൽ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ആക്കാനുണ്ട്. ഫോട്ടോ 40 KB മേളിൽ പോകാൻ പാടില്ല. അതുപോലെ തന്നെ JPG ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണുന്നത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന നമ്മൾ ബയോഡാറ്റ ഫില്ല് ചെയ്യുന്ന ഒരു ഓപ്ഷൻസാണ് നമ്മൾ സാധാരണ കാണുന്നത്. അപ്പോൾ അതിൽ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും ആധാറും ഇമെയിൽ ID ഒക്കെ നേരത്തെ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. കോൺടാക്ട് ഡീറ്റെയിൽസ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ UGൻ്റെ രജിസ്റ്റർ നമ്പർ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ കൊടുത്താൽ മതി. പിന്നെ ബാക്കിയുള്ള നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ്, മെറിറ്റൽ സ്റ്റാറ്റസ്, നാഷണാലിറ്റി, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ് ഒക്കെ കൊടുക്കുക. പിന്നെ അഡ്രസ്സൊക്കെ നേരത്തെ നമ്മൾ CAP ID ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് ഓൾറെഡി പ്രീഫിൽഡ് ആയിരിക്കും. അതിന് ശേഷം ഗാർഡിയൻസ് നെയിം, ഗാർഡിയൻസ് ഫോൺ നമ്പർ, ഗാർഡിയൻസ് ഓക്യുപ്പേഷൻ, അതുപോലെ തന്നെ ഗാർഡിയൻ്റെ ആനുവൽ ഇൻകം കൂടി ഫില്ല് ചെയ്ത് വെക്കുക. അത് ഇൻകമിൻ്റെ ബേസിൽ എന്തെങ്കിലും ഫീസ് റിഡക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ വരുന്നത് കാസ്റ്റിൻ്റെ ബേസിൽ അല്ലെങ്കിൽ റിലീജിയൻ്റെ ബേസിൽ റിസർവേഷനാണ്. അപ്പോൾ അതും ഫിൽ ചെയ്ത് കൊടുക്കുക. പിന്നെ EWS എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഫോർവേഡ് നമ്മൾ റിലീജിയനും കാറ്റഗറിയും കാസ്റ്റും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡ് കമ്മ്യൂണിറ്റിയിൽ വരുന്നതാണെങ്കിൽ EWSന് എലിജിബിൾ ആണെങ്കിൽ അത് നമുക്ക് ഓപ്ഷൻ ആക്സസിബിൾ ആവുള്ളൂ. അതുവരെ നമുക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാക്കി ആദ്യത്തെ 3 ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ EWS കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വെയിറ്റേജ് ഡീറ്റെയിൽസ് ആണ്. ഇതിൽ NSS ഉണ്ട്, NCC ഉണ്ട്, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഉണ്ട്, ഇലിറ്ററസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം ഉണ്ട്. ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി നമ്മൾ ഇന്ത്യയിൽ ഏതെങ്കിലും മൈനോറിറ്റി ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്നതിൽ അതിന് വെയിറ്റേജ് ഉണ്ട്. അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ലിറ്ററസി ഇറാഡിക്കേഷൻ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും വെയിറ്റേജ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഡിപ്ലോമ കോഴ്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും പ്രയോറിറ്റി ഉണ്ട്. പിന്നെ ഇതിൽ മാർക്കും അക്കാഡമിക് ഡീറ്റെയിൽസും ഫില്ല് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കണ്ടതിനെക്കാട്ടും. യൂണിവേഴ്സിറ്റി നെയിമും ഡിഗ്രി ടൈപ്പും പ്രോഗ്രാമൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ കൊടുത്താൽ മതി. BSc ആണെങ്കിൽ BSc, അല്ലെങ്കിൽ BCom ആണെങ്കിൽ BCom കൊടുക്കുക. UG സ്കീം 3 ഓപ്ഷനുള്ളത്. ഒന്ന് CCSS, പിന്നെ CUCBSS. ഇത് രണ്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കാർ അപ്ലൈ ചെയ്യുമ്പോൾ അതേഴ്സ് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ മതി. നമ്പർ ഓഫ് അപ്പിയറൻസ് കൊടുക്കുക, ഇയർ ഓഫ് പാസ് കൊടുക്കുക. പിന്നെ മാർക്ക് ഗ്രേഡ് സിസ്റ്റമാണ്. കണ്ണൂർ സിസ്റ്റത്തിൻ്റെ ഗ്രേഡിംഗ് സിസ്റ്റമാണ്. പിന്നെ അതുപോലെ തന്നെ മെയിൻ ടൈപ്പ് യൂഷ്വലി സിംഗിൾ മെയിനാണ് ഉണ്ടാവുക. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്ക് എൻ്റർ ചെയ്യണം എന്നുള്ളത്. അത് മാറിപ്പോയതാണ്. ശരിക്കും നമ്മൾ ഗ്രേഡ് പോയിൻ്റാണ് എൻ്റർ ചെയ്യുന്നത്. 10 സ്കെയിലിൽ നമ്മൾ ഗ്രേഡ് പോയിൻറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഗ്രേഡ് പോയിൻറ്റ് എൻ്റർ ചെയ്യുക 10-ലാക്കിയിട്ട്. നമ്മളെ കൺസോളിഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്നൊരു പേജാണ് നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ടത്. 10 ഓപ്ഷൻ വരെ കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യുന്നത് ആ കോഴ്സുള്ള കോളേജ് ആദ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം കോഴ്സ് കൊടുക്കുക. അപ്പോൾ പിന്നെ അത് കൂടാണ്ട് കമ്മ്യൂണിറ്റി കോളേജ് നമുക്ക് 3 കൊടുക്കാൻ പറ്റും. ഇപ്പം ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി കോളേജിൽ എലിജിബിൾ ആണെങ്കിൽ അത് 3 കോളേജിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ്. അപ്പം ഇത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നോക്കിയിട്ട് നല്ല പുറത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഫീ പേയ്മെൻറ്റ്
ഈ സ്റ്റെപ്പിന് ശേഷം ഫീസ് അടക്കേണ്ട ഒരു പ്രോസസ്സാണ്. അത് 280 ജനറൽ കാറ്റഗറി കിടക്കേണ്ടത്. അപ്പോൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം ആപ്ലിക്കേഷൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ സ്റ്റെപ്പെല്ലാം കംപ്ലീറ്റ് ആയിരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ biontech@gmail.com എന്നുള്ള മെയിൽ ഐഡിയിലേക്ക് അയക്കുക. പുതിയ വീഡിയോ ആയി കണ്ടുവരുന്നത്. ബൈ.